കല്ലാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 42ആയി. 2 ആശുപത്രികളിലായി ചികിത്സയിലുള്ള 10 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. വ്യാജമദ്യം വിൽപ്പന നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷമദ്യ ദുരന്തത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നടനും തമിഴ് വെട്രി കഴകം നേതാവുമായ വിജയ് കല്ലക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, പോലീസിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മദ്യവിൽപ്പന നടത്തിയ 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇവർ പിടിയിലാകുന്നത്? മറ്റു വിവരങ്ങൾ? ആര്യ, കല്ലാക്കുറിച്ചി എന്ന് പറയുന്ന കാർഷിക ഗ്രാമം കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ കല്ലാക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സ്ഥിരീകരിച്ചത്. ഏകദേശം 22ഓളം ആളുകളുടെ മരണം സ്ഥിരീകരിച്ചത് ഈ കാണുന്ന കല്ലാക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ സർക്കാരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരപ്രകാരം ഏകദേശം 42ഓളം ആളുകൾക്കാണ് ഈ കല്ലാക്കുറിച്ചിയിലെ വിഷമദ്യം കഴിച്ചുകൊണ്ട് ഉണ്ടായ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ 100 കണക്കിന് ആളുകളാണ് ജീവന് മല്ലടിച്ചുകൊണ്ട് ഈ കല്ലാക്കുറിച്ചിയിലെയും അതുപോലെ തന്നെ പുതുച്ചേരിയിലെയും സേലത്തെയും വിയ്യപുരത്തെയും എല്ലാം ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയിൽ ഉള്ളതും ഈ കല്ലാക്കുറിച്ചിയിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഏതായാലും ഇവർക്ക് വിദഗ്ധമായ ചികിത്സ ഒരുക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വ്യാജ മദ്യദുരന്തത്തിൽ ഇപ്പോൾ മദ്യം വിതരണം ചെയ്ത 3 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 10ഓളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിഷമദ്യ ദുരന്തത്തിൽ ഇപ്പോൾ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കല്ലാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ 42 പേർക്കാണ് മരണമുണ്ടായത്. അതിൽ 10ഓളം പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇക്ബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇക്ബാൽ, നാട്ടുകാരുടെ ഒരു പ്രതിഷേധം, മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ സ്റ്റാലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തീർച്ചയായും ആര്യ, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കടക്കാൻ കാരണം ഈ ദുരന്തം ഉണ്ടായിട്ടുള്ള കല്ലാക്കുറിച്ചിയിലെ ഈ ഗ്രാമം എന്ന് പറയുന്നത് അത് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കോടതിക്കും സമീപത്ത് തന്നെയുള്ള ഒരു സ്റ്റേഷൻ. അതുകൊണ്ടാണ് നിരവധി തവണ ഈ ഒരു മദ്യം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ വ്യാജമദ്യം വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോലീസോ മറ്റ് അധികാരികളോ തയ്യാറായില്ല. ഇത് കൃത്യമായി ജനങ്ങൾ ഇവിടെ എത്തിയ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കി ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ദുരന്തത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ഉയർത്തുന്ന ആരോപണം ശരി തന്നെയാണ്. നമ്മൾ അവിടെ പോയി നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കരുണാപുരം കോളനിയുടെ വീടുകളുടെ ചുമരുകൾക്ക് അപ്പുറമുള്ളത് കോടതിയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ കല്ലാക്കുറിച്ചിയിലെ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും അതിനകത്ത് ചെറിയൊരു ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഒരു വ്യാജമദ്യം വിൽപ്പന നടത്തിയത്. ആ വ്യാജമദ്യം കഴിച്ചാണ് ഇത്രയും അധികം ആളുകൾക്ക് അപായം പറ്റിയത്. 42ഓളം ആളുകളാണ് മരിച്ചത്. 10ഓളം ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. 100ഓളം ആളുകൾ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാക്കിയത് അധികാരികളുടെ പിഴവാണെന്ന് ഈ അപകടമുണ്ടായ സമയം മുതൽ തന്നെ ജനങ്ങൾ ആരോപിക്കുന്നതാണ്. അവർ ചോദിക്കുന്നത് തങ്ങൾക്ക് ധനസഹായം 10 ലക്ഷം രൂപ കിട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടോ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. കാരണം തങ്ങൾക്ക് നഷ്ടമായത് തങ്ങളുടെ
നാഥനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ധനസഹായമല്ല, മറിച്ച് ഇനിയൊരു അപകടം ഈ കല്ലാക്കുറിച്ചി മേഖലയിൽ അല്ലെങ്കിൽ തമിഴ്നാട് എവിടെയും ഉണ്ടാവാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ സർക്കാർ അല്ലെങ്കിൽ പോലീസ് സേന സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇവിടെ നിരവധി ആളുകളാണ് ഈ ഒരു ദുരന്ത മുഖത്തേക്ക് എത്തിയ ജനങ്ങളെയും ഇവിടെ ബാധിക്കപ്പെട്ട ആളുകളുടെ കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. രാവിലെ സർക്കാർ പ്രതിനിധിയോളം ഉദയനിധി സ്റ്റാലിൻ എത്തിയിരുന്നു, പ്രതിപക്ഷ നേതാവായ എടപ്പാടി പളനിസ്വാമി എത്തിയിരുന്നു, അതിനുശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ എത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് തമിഴ് വെട്രിക്കഴകം നേതാവും അതുപോലെ തന്നെ ചലച്ചിത്ര നടനുമായിട്ടുള്ള വിജയ് ഉൾപ്പെടെ ഈ കല്ലാക്കുറിച്ചിയിലേക്ക് എത്തി ഇവിടെ ബാധിക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളുമായി ബാധിക്കപ്പെട്ടവരും നേരിട്ട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും വലിയൊരു ദുരന്തമാണ് കല്ലാക്കുറിച്ചിയിൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇത് ദുരന്തം ഉണ്ടായതല്ല, ദുരന്തം ഉണ്ടാക്കിയതാണെന്നാണ്. ഇതിൽ ബാധിക്കപ്പെട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഈ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ തങ്ങൾ നീതി കേട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ കൃത്യമായി നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ 10 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഇതിൽ 3 പേരുടെ അറസ്റ്റ് കല്ലാക്കുറിച്ചി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല CBCIDയുടെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മെത്തനോൾ അടങ്ങിയിട്ടുള്ള മദ്യം കഴിച്ചാണ് ഈ 140ഓളം ആളുകൾക്കും ഇത്തരത്തിൽ ഈ വിവിധ മരണപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. 42ഓളം ആളുകൾ, 140ഓളം ആളുകളെയാണ് ഇത് ബാധിച്ചത്. ഈ മെത്തനോൾ എവിടെ നിന്നാണ് ഈ സേനയ്ക്ക് കിട്ടി അല്ലെങ്കിൽ ഈ മാഫിയയ്ക്ക് കിട്ടിയതെന്നുൾപ്പെടെ CBCIDയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം പുതുച്ചേരിയിലുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ കല്ലാക്കുറിച്ചിയിലേക്ക് ഈ മെത്തനോൾ എത്തിച്ചതെന്നാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇപ്പോൾ വ്യാപകമായി തന്നെ CBCIDയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും കല്ലാക്കുറിച്ചി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കല്ലാക്കുറിച്ചി കരുണാപുരം സ്വദേശിയായിട്ടുള്ള ഗോവിന്ദരാജൻ, ഇയാളുടെ ഭാര്യ വിജയ, ഇയാളുടെ സഹോദരനായിട്ടുള്ള താമോദരൻ എന്നിവരുടെ അറസ്റ്റുകളാണ് ഇപ്പോൾ കല്ലാക്കുറിച്ചി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ലഭ്യമാവുന്ന സർക്കാർ കണക്കുകൾ പ്രകാരം 40 വിശദാംശങ്ങൾ നൽകിയത്.